ഞങ്ങൾ യുഡിഎഫിനെയാണ് സപ്പോർട്ട് ചെയ്തതെന്നും യുഡിഎഫ് നേതൃത്വം പറയുന്നതിനനുസരിച്ചാണ് ഇതുവരെ പ്രവർത്തിച്ചതെന്നും അവരുടെ ഒരു തീരുമാനം വരും എന്നാണ് പ്രതീക്ഷിച്ചിരുന്നതെന്നും ദിയ ബിനു പുളിക്കക്കണ്ടം പ്രതികരിച്ചു. പാലാ നഗരസഭയിലെ ചെയർപേഴ്സണെതിരെയുള്ള അവിശ്വാസം പാസ്സായതിനെ തുടർന്ന് പ്രതികരിക്കുകയായിരുന്നു സ്വതന്ത്ര കൂട്ടായ്മ. അധികാരത്തിൽ അത് ഒരു ജനാധിപത്യമായിട്ടുള്ളൊരു തീരുമാനമാണ്. തീർച്ചയായിട്ടും വെൽക്കം ചെയ്യുന്നു. പിന്നെ ഇപ്പോഴും ഞാൻ കൗൺസിലറാണ്, 5 വർഷത്തേക്ക് കൗൺസിലറാണ്. എൻ്റെ വാർഡിലെ ജനങ്ങളോട് അവർ പരമാവധി കമ്മിറ്റ്മെന്റ് ഉണ്ട്. അത് ഞാൻ ആ ഒരു രീതിയിൽ തീർച്ചയായിട്ടും ഇനിയും മുന്നോട്ട് പ്രവർത്തിക്കും. ചെറുപ്രായത്തിൽ പ്രധാനപ്പെട്ട ഒരു നഗരസഭയുടെ ചുമതലയിൽ ഇരിക്കുവാൻ കഴിഞ്ഞു. എങ്ങനെയാണ് ആ കാലത്തെ കാണുന്നത്? വളരെ എന്താ പറയുന്ന ഒരു സന്തോഷം. അത് ദൈവം തന്നൊരു ഭാഗ്യമാണ്. ജനങ്ങൾ എനിക്ക് അർപ്പിച്ചൊരു വിശ്വാസമാണ്. അതിൻ്റെ പരമാവധി എനിക്ക് മാക്സിമം ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് തന്നെ വിശ്വസിക്കുന്നു. ഒരു തരത്തിലുള്ള അഴിമതിയോ സ്വജനപക്ഷപാതമോ കൈക്കൂലിയോ പിൻവാതിൽ നിയമനമോ ഒരു നിയമലംഘനമോ അങ്ങനെ ഒന്നും ഇതുവരെ നടത്തിയിട്ടില്ല. ആ ഒരു ഉറപ്പോടെ അല്ലെങ്കിൽ ആ ഒരു മനസ്സമാധാനത്തോടെയാണ് തീർച്ചയായിട്ടും സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്നത്. പിന്നെ ഇതെല്ലാം പൊളിറ്റിക്സ് ആണ്. പൊളിറ്റിക്സിന് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ കാണുന്നു, അതിൻ്റെ ഭാഗമായിട്ട് തന്നെ വെൽക്കം ചെയ്യുന്നു. അനുകൂലമായി വോട്ട് ചെയ്ത ആളുകളാണ് ഇന്ന് പ്രതികൂലിച്ച് വോട്ട് ചെയ്തിരുന്നത്. നിങ്ങളെ കൂടെ ഉണ്ടായിരുന്ന, നിങ്ങളെ പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്ന ആളുകളാണ്. അതിൽ വിഷമമുണ്ടോ? വിഷമമല്ല, എനിക്ക് തീർച്ചയായിട്ടും ഒരു നിരാശയുണ്ട്. ഇനിയും കൂടുതൽ കാര്യങ്ങൾ തീർച്ചയായിട്ടും ഒരു ചെയർപേഴ്സൺ നിലയിൽ ചെയ്യാൻ പറ്റുമായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ തുടങ്ങി വെച്ചേക്കുന്ന കുറേ പ്രോജക്ട്സ് ഉണ്ട്, അതെല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു നിരാശ തീർച്ചയായിട്ടും ഉണ്ട്. ചരിത്രത്തിന്റെ ഭാഗമായ ആളാണ്, പക്ഷെ ഇപ്പോൾ മറ്റൊരു ഒരു ഡീമെറിറ്റ് എന്ന രീതിയിൽ ആ രീതിയിൽ ചരിത്രത്തിലേക്ക് പോകുന്നത് തോന്നുന്നു. ഇതെല്ലാം ഇനിയുമല്ല, പൊളിറ്റിക്സ് ആയിട്ട് കാണുന്നത്. ഞാൻ പൊളിറ്റിക്സിലേക്ക് വന്നത് ഒരിക്കലും ഒരു ചെയർപേഴ്സൺ ആവണം എന്നുള്ളൊരു ആഗ്രഹത്തോടെ, അല്ല കൗൺസിലർ ആവണം എന്നുള്ള വളരെ ഒരു ആഗ്രഹത്തോടെയാണ്. അപ്പം പൊളിറ്റിക്സിൻ്റെതായിട്ടുള്ള മെറിറ്റും ഡീമെറിറ്റും അറിഞ്ഞുകൊണ്ട് തന്നെ വന്ന ഒരാളാണ്. അതിനെ എന്താ പറയുന്നത്, എന്താണെങ്കിലും ഞാൻ സന്തോഷത്തോടെ ഒരിക്കലും ആരും എനിക്ക് തോന്നുന്ന പൊളിറ്റിക്സിലേക്ക് വരുന്നത് വീട്ടിലിരുന്ന് കൗൺസിലർ ആയിട്ടല്ലല്ലോ. നമ്മൾ വീട്ടിൽ എന്താ പറയുന്നത്, കൗൺസിലറായി ജയിച്ച് വന്ന ആൾക്കാരോട് സംസാരിച്ച് അല്ലെങ്കിൽ ആൾക്കാർക്ക് വേണ്ടി വർക്ക് ചെയ്ത് എനിക്ക് പിന്നെ എന്നെ ബാക്ക് ചെയ്യാൻ കുറേ നല്ല നല്ല കൗൺസിലേഴ്സ് ഉണ്ടായിരുന്നു, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കൗൺസിലേഴ്സ് ഉണ്ട്. അച്ഛനെ മാറ്റി നിർത്തിയ പോലും ഇവിടെ 10-15 കൊല്ലമായിട്ടുള്ള കൗൺസിലേഴ്സ്, അല്ലെങ്കിൽ കോളേജ് തൊട്ട് ഇവിടെ സെബാസ്റ്റ്യൻ കോളേജ് തൊട്ട് രാഷ്ട്രീയം ചെയ്തു വന്ന ആൾക്കാരാണ്. ആ ഒരു ബാക്കിങ്ങിൽ എനിക്ക് പഠിക്കാൻ പറ്റി, അല്ലെങ്കിൽ എനിക്ക് കുറേ എനിക്ക് തീർച്ചയായിട്ടും ഐ എം വെരി താങ്ക്ഫുൾ ടു എന്താ പറയുക, നമ്മുടെ മുനിസിപ്പൽ സ്റ്റാഫ് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള, വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ടീം എനിക്കുണ്ടായിരുന്നു. അത് അവർ തന്നെയായിരുന്നു എൻ്റെ ആത്മവിശ്വാസം. ഞങ്ങൾ UDF നേതൃത്വത്തെ വിശ്വാസത്തിലെടുത്ത് അവർ ഞങ്ങളെ കഴിഞ്ഞ 7 മാസക്കാലം ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തു. ചരിത്രത്തിൻ്റെ ഭാഗമാകാൻ ദിയയ്ക്ക് സാധിച്ചു. അപ്പോൾ അവരോട് ഞങ്ങൾക്ക് എന്നും കടപ്പെട്ടിരിക്കുക, ഞങ്ങൾ കോൺഗ്രസ് നേതൃത്വത്തോടും UDF നേതൃത്വത്തോടും. പിന്നെ താഴേക്കിടയിൽ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ അതിനൊന്നും ഞങ്ങൾ മറുപടി പറയുന്നില്ല. UDFൻ്റെ ഔദ്യോഗിക നേതൃത്വം ഞങ്ങളോട് മാറി നിൽക്കാൻ പറഞ്ഞതിനെ പോലും ഞങ്ങൾ രാജിവെച്ചാണ്. ഈ അവിശ്വാസത്തെ ഫേസ് ചെയ്യാതെ ഞങ്ങളോട് പറഞ്ഞത്, കോൺഗ്രസ് നേതൃത്വം UDF നേതൃത്വം പറഞ്ഞത് അവിശ്വാസത്തെ ഫേസ് ചെയ്യണം. ഇത് രാഷ്ട്രീയമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രാഷ്ട്രീയപരമായി കൊണ്ടുവന്ന അവിശ്വാസത്തെ നിങ്ങൾ നേരിടണം എന്നാണ് പറഞ്ഞത്. അതനുസരിച്ചാണ് ഞങ്ങൾ നേരിട്ടത്. അത് നേതൃത്വമല്ല തീരുമാനിക്കുന്നത്. ഞങ്ങളെ ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത് അവർ പറയുന്നത്, ഞാൻ ഏതോ ചാനലിൽ അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടെന്നു ഞങ്ങളല്ല ആക്കിയെന്ന്. ശരിയാണ്, അവർക്ക് ഇതിൻ്റെ അകത്ത് റോളും ഇല്ലായിരുന്നു, ഞങ്ങൾക്കും റോളില്ലായിരുന്നു. ഇത് UDFൻ്റെ നേതാക്കന്മാർ, കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ, ബഹുമാനപ്പെട്ട BJ ജോസഫ് സാർ ഉൾപ്പെടെയുള്ളവർ, ശ്രീ മാണി കാപ്പൻ MLA, നമ്മുടെ ഫ്രാൻസിസ് ജോർജ് MP തുടങ്ങിയ നേതാക്കന്മാർ ഒരുമിച്ചിരുന്ന് ആണ് ഈ എഗ്രിമെൻ്റ് ഉണ്ടാക്കി. ഈ എഗ്രിമെൻറ്റിൻ്റെ കോപ്പി പോലും ഞാൻ നേരത്തെ പറഞ്ഞു വേറെ കൗൺസിലർമാരുടെ ആരുടെയിലും ഇല്ല, നേതാക്കന്മാരെല്ലാം ഉള്ളത്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് UDF നേതൃത്വം പറയുന്ന നിർദ്ദേശങ്ങൾ അത് നാളുകളിൽ എന്തുമായിക്കോട്ടെ, നിങ്ങൾ പറഞ്ഞ പോലെയുള്ള പിന്തുണ കൊടുക്കണമെന്നോ എന്താ എനിക്കറിയത്തില്ല. അത് കോൺഗ്രസിൻ്റെ വിമതരായി നിൽക്കുന്നവരുടെ അഭിപ്രായമാണോ UDF നേതൃത്വം കേൾക്കുന്നത്, അതോ UDFൻ്റെ വിപ്പ് അനുസരിച്ച ഞങ്ങളുടെ അഭിപ്രായമാണോ കേൾക്കുന്നതെന്ന് നമുക്കറിയത്തില്ല. ആ നിരാഹാരം 1, 2, 3 ദിവസം നീണ്ടുപോയപ്പോൾ ജോസ് കെ മാണിയുടെ പിതാവ് KM മാണി സാർ ആകെ അസ്വസ്ഥനായി. ആരും ഇടപെടുന്നില്ല. UDF നേതൃത്വവും LDF നേതൃത്വവും ഇടപെടാത്ത ഒരു സാഹചര്യത്തിൽ അന്തരിച്ച സാക്ഷാൽ മാണി സാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞത്, ബിജു എങ്ങനെ ഈ സമരം അറിയാമല്ലോ, അവൻ ഭക്ഷണം കഴിക്കാതിരിക്കുക, എനിക്ക് കിടന്നുറങ്ങാൻ പറ്റുന്നില്ല, എനിക്കും കുട്ടിയമ്മയ്ക്കും ആകെ വിഷമമാണ്, ബിജു എങ്ങനെയെങ്കിലും ഇടപെടണം. സുരേഷ് ഗോപി അന്ന് അദ്ദേഹം രാജ്യസഭ MP യാണ്. സുരേഷ് ഗോപിയെ എങ്ങനെയെങ്കിലും നമ്മുടെ തിരുനക്കര മൈതാനത്ത് എത്തിക്കണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടത് ഇദ്ദേഹത്തിൻ്റെ പിതാവ് സാക്ഷാൽ KM മാണിയാണ്. അന്ന് ഞാൻ BJPയുടെ മെമ്പറൊന്നുമല്ല. അന്ന് BJPയുടെ സഹായം തേടിയ ഇദ്ദേഹത്തിൻ്റെ പിതാവിനോട് ചോദിക്കണമായിരുന്നു ഈ ചോദ്യം. ഇന്ന് ഈ കേരള കോൺഗ്രസിൻ്റെ മാണി വിഭാഗം ജോസ് കെ മാണി ചോദിക്കുന്നതിൽ യാതൊരു അർത്ഥമില്ലാന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും. പിന്നെ തൃശ്ശൂർ പ്രവർത്തിച്ച ആ കാര്യം, ഞാൻ BJPയുടെ ഒരു പാർട്ടിയിലെ മെമ്പറല്ല. അദ്ദേഹമായിട്ട് 35 വർഷത്തെ അടുത്ത കുടുംബബന്ധമാണ് എനിക്കുള്ളത്. ആ കുടുംബബന്ധത്തിൻ്റെ പേരിൽ ശരിയാണ്, ഞാൻ അദ്ദേഹത്തിന് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട്, ആ കാര്യം ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ എന്ന് UDFൻ്റെ സംവിധാനമായിട്ട് സഹകരിച്ച് ഞങ്ങൾ പോയോ അന്ന് മുതൽ UDFൻ്റെ കൂടെ ആത്മാർത്ഥമായിട്ട് ഉറച്ചു നിന്നു എന്ന് പറയാൻ എനിക്ക്
ആ വിശ്വാസത്തോടു കൂടെ തന്നെയാണ് ഞങ്ങൾ ഇതിനെ അഭിമുഖീകരിക്കുന്നത്.